സ്പോർട്സ്മാൻ മാത്രമല്ല, ഒരു കലാകാരനാണ്. ഇപ്പോൾ പാട്ട് പാടിക്കുന്ന വന്നത് ഒരു ആക്ടറാണ്. അപ്പോൾ ഇപ്പോൾ കറണ്ട് അഫയേഴ്സായിട്ട് നടക്കുന്ന വിഷയങ്ങളെ പറ്റി ശ്രദ്ധിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എപ്പോഴും തൻ്റേതായ ഒരു കാഴ്ചപ്പാട് എല്ലാ വിഷയത്തിലും ഉള്ള ഒരാളാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ ഇപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അറിഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് അലിഗേഷൻസ് ഒരു സൈഡ്. ഇപ്പോൾ എൻ്റെ ലൈഫിലാണെങ്കിലും കുറേ അലിഗേഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് യു ഹവ് ടു പ്രൂവ് അൺലെസ് അണ്ടിൽ യു ആർ ഗിൽറ്റി. തീർച്ചയായിട്ടും ഞാനത് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോരോ ആൾക്കാർ അലിഗേഷൻ ചെയ്യാം, പക്ഷെ അത് തെളിയിച്ചില്ലെങ്കിൽ തെളിയിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. പക്ഷെ ഇപ്പം എന്തായാലും എനിക്ക് പറയാനുള്ളത് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇപ്പോൾ ഏതൊരു കേസാണെങ്കിലും നമുക്കതിൻ്റെ ഫിനിഷ് വരെ വെയിറ്റ് ചെയ്തേ പറ്റും. അതുകൊണ്ട് എൻ്റെ കേസ് തന്നെ ഒരു ബിഗ്ഗസ്റ്റ് എക്സാമ്പിളാണ്. കാരണം ഐ ലോസ്റ്റ് ഓൾമോസ്റ്റ് 2.5 years. അത് മാത്രമല്ല, അങ്ങനെ എൻ്റെ പേരിൽ അങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ഞാനത് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പലരും എൻ്റെ എതിരെയാണെങ്കിലും. അതുകൊണ്ട് എനിക്കിപ്പോൾ വന്നവരുടെ എതിരെയൊക്കെ പറയാനുള്ളതും സത്യമാണെങ്കിൽ വളരെ മോശമാണ്, സത്യമല്ലെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ അത് ഇല്ലാണ്ടാക്കുക. ഒരു ആരോപണം വന്നെന്ന് കരുതി ഒരാളെ എല്ലാവരും കൂടെ സൂക്ഷിക്കുന്നു ഒരിക്കലും പാടില്ല. ഒരു ആരോപണത്താൽ ആരെയും സൂക്ഷിക്കരുത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം 1-2 വ്യക്തികളുടെ അഭിപ്രായം അത് ഇവിടുത്തെ പവർ അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരും ആലോചിക്കുക വാട്ട് ദേ ഗോ ത്രൂ. പക്ഷെ അത് ട്രൂത്ത് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ശിക്ഷിക്കപ്പെടണം. പക്ഷെ ട്രൂത്ത് അല്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദിസ് ഇൻ എ വെരി എലോബറേറ്റഡ് വേ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും ഈ സ്ത്രീ ആയതിൻ്റെ ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം എല്ലാവർക്കും ഒരു 2 sides ഓഫ് ദ കോയിൻ എന്ന് പറഞ്ഞ പോലെ തീർച്ചയായിട്ടും 2 സൈഡിലും 2 സ്റ്റോറി ഉണ്ട്. ഒരു തേർഡ് പാർട്ടിയാണ് നമ്മൾ. അപ്പോൾ തേർഡ് പാർട്ടി നമ്മൾ കാണുന്നത് ഒരു വ്യക്തിയുടെ സ്റ്റോറിയാണ്, രണ്ടാമത്തെ വ്യക്തിയുടെ സ്റ്റോറിയാണ്. പിന്നെ നമ്മൾ അതിനെ എങ്ങനെയാണോ കാണുന്ന ഒരു സ്റ്റോറി. ഇപ്പോൾ ഈ 3 സ്റ്റോറിയൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും യു ഹാവ് ടു ബിലീവ് ഇൻ ദ ട്രൂത്ത്. അത് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നോ വിക്ടിം ഇസ് എ വിക്ടിം അല്ലേ. അത് പ്രൂവൺ ഗിൽറ്റി വരെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. വി ഹാവ് ടു വെയിറ്റ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എടുത്ത് ചാടി ഡിസിഷൻ എടുക്കാണ്ട് ആരോപണങ്ങൾ അത് സത്യമാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, സത്യമല്ലെങ്കിൽ തീർച്ചയായിട്ടും കാള പെട്ടെന്ന് കേട്ട് കയറെടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഞാൻ ഒന്നും കൂടെ ചോദ്യം ചെയ്തു. ഇപ്പം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്, മലയാള സിനിമയിൽ വർക്ക് ആളാണ്. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് വരുമ്പോഴത്തേക്ക് ഒതുക്കൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ശരിക്കും അയ്യോ, അങ്ങനെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒതുക്കൽ അങ്ങനെ ഞാനിപ്പോൾ ആകെ മലയാളത്തിലാണെങ്കിൽ ഒരേ ഒരു പടത്തിലാണ് ഉള്ളൂ. പക്ഷേ തമിഴിലും തെലുഗുലാണെങ്കിലും കന്നഡ, ഇപ്പോൾ ഹിന്ദിയിൽ 2 പടം ചെയ്യാൻ പറ്റി. ഇപ്പോൾ വീണ്ടും 2 തമിഴ് സിനിമ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇതുവരെ എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഇഫ് യു ടാലൻറ്റ്, ഇഫ് യു വെരി ഹാർഡ് വർക്കിംഗ് തീർച്ചയായിട്ടും അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. പിന്നെ ചില ഇൻഡിവിജ്വൽസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചോയ്സ് അവരുടെ അഭിപ്രായമാണ്. ചില ക്യാരക്ടേഴ്സിന് ചില സിനിമകളിൽ ആ ഒരു വ്യക്തി ആയിരിക്കില്ല. എത്ര വലിയ സൂപ്പർ സ്റ്റാറുമാണെങ്കിലും എത്ര പുതിയ ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ആക്ടർ ആണെങ്കിലും അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കണമെന്നില്ല. കാരണം ഡയറക്ടർ വിഷൻ ഇസ് കംപ്ലീറ്റ് ഡിഫറെൻറ്റ്. അല്ലെങ്കിൽ ഒരു ഹീറോയുടെ വിഷൻ ചിലപ്പോൾ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം എൻ്റെ ഒരു അഭിപ്രായം വെയിറ്റ് പേഷ്യൻ്റ്ലി. അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം എനിക്ക് പേഴ്സണലി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ കൂട്ടുകാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തൊന്നും ഇങ്ങനെ ഇപ്പോൾ വന്ന ന്യൂസ് മാതിരി വന്നിട്ടില്ല. എന്തായാലും അത് പ്രൂവ് ചെയ്യണ വരെ ഐ വിൽ സപ്പോർട്ട്. താങ്കൾക്കറിയാവുന്ന ആർക്കും അനുഭവം ഉണ്ടായിട്ട് ഇതുവരെ ദേവാനഗരം കൊണ്ട് അങ്ങനെ അനുഭവം ഇല്ലതാനും. അങ്ങനെ അനുഭവം ഉണ്ടോ എന്ന് ആരോപണത്തിലും ആരും മുതിർന്നിട്ടും ഇല്ലതാനും. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. കാരണം മറ്റുള്ളവരെ ദൂഷിക്കുന്നതിന് മുമ്പ് സ്വന്തവും നോക്കുക. ഞാൻ ഒന്നും കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരോപണം വന്നെന്ന് കരുതി എല്ലാവരും കൂടെ ഒരാളെ ക്രൂശിക്കുന്നത് ശരിയായ ആരോപണത്തെ കൊണ്ട് ഒരിക്കലും ക്രൂശിക്കരുത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു സ്റ്റേ ആൻഡ് സപ്പോർട്ട്. അത് ഗിൽറ്റി ഫീൽ ആണെങ്കിൽ ശിക്ഷിക്കണം. പക്ഷെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പേഷ്യൻ്റോട് ഒരു വെയിറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. അപ്പോൾ കേരളത്തിലെ പ്രേക്ഷകരോട് താങ്കൾ ഇഷ്ടപ്പെടുന്ന ഫാൻസിനോട് ഒന്ന് എന്താണ് പറയുന്നത്? ഞാൻ ഇഷ്ടപ്പെടുന്ന ഫാൻസിനേക്കാളും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഫാൻസിനോടും ഫുൾ മലയാളിക്കരയോട് എനിക്ക് പറയാനുള്ളത്, ഈ തവണ കേരള ക്രിക്കറ്റ് ലീഗ് വരുന്നുണ്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, സ്പോർട്സ് പേഴ്സൺ സപ്പോർട്ട് ചെയ്യുക, ഫിലിം സപ്പോർട്ട് ചെയ്യുക. പല ആരോപണങ്ങളും അതെല്ലാം വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കുക. പെട്ടെന്ന് എടുത്ത് ഒരു അഭിപ്രായം പറയാനേക്കാളും കൂടുതൽ ജസ്റ്റ് വെയർ ദർ ഷൂസ് ഓൾസോ. എന്താണ് അവരുടെ ഫാമിലി, അവരുടെ കുടുംബം, അവരുടെ നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാരൊക്കെ എന്തൊക്കെ അനുഭവിക്കപ്പെടുമെന്ന് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക. എന്തായാലും പ്ലീസ് ബി പേഷ്യൻറ്റ്. എടുത്ത് ചാടി ഡിസിഷൻസ് എടുക്കരുത് പ്ലീസ്.